अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्लाहुम्मा सल्लि अला सय्यिदिना മുഹമ്മദിൻ व अला आलिहि व सहबिहि अജ്മഈൻ। അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അൽ ബയാൻ ഓൺലൈൻ ദർശനങ്ങളെ, അപ്പോൾ നമ്മൾ ഹദീസിൽ ഒരു പാഠെടുത്തിരുന്നു. ഇനി അടുത്ത പാഠത്തിൽ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. രണ്ട് ഹദീസുകൾ നമ്മൾ വായിച്ചു. ഒന്ന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസും, അതേപോലെ ഇസ്ലാമിനെക്കുറിച്ചും ഈമാനിനെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഹദീസുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ഹദീസാണ് പറയാൻ പോകുന്നത്. അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 5 കാര്യത്തിൻ്റെ മേലാകുന്നു. ഇസ്ലാം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സാധനം ഉണ്ടാക്കുമ്പോൾ എന്തിനത് അതിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാവുമല്ലോ, അതിനാണ് ബിന എന്നൊക്കെ പറയാം, എടുപ്പ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം ഉണ്ടാക്കിയത് 5 കാര്യങ്ങൾ മേലാകുന്നു. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്ന് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്ന് ഷഹാദത്ത് കലിമ, അള്ളാഹു അല്ലാതെ മറ്റൊരിലാഹില്ലെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും പ്രവാചകനാണെന്നും എന്നൊക്കെ അംഗീകരിക്കുക. അത് ഷഹാദത്ത്, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുക. അതൊന്നാണ്. വ ഇഖാമി സ്വലാത്തി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിസ്കാരം നിലനിർത്തുക. വ ഈത്താ ഇസ്സക്കാത്തി, സക്കാത്ത് കൊടുക്കുക, കൊടുത്തു വീട്ടുക. വ ഹജ്ജിൽ ബൈത്തി, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുക. ബൈത്താണ് കാബ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാബയിൽ പോയി ഹജ്ജ് ചെയ്യാൻ നിർത്തും. സോമി റമദാൻ, അതേപോലെ തന്നെ റമദാൻ മാസം നോമ്പ് നിൽക്കുക എന്നീ 5 കാര്യങ്ങളാകുന്നു. ഇതിപ്പോൾ ഇസ്ലാം കാര്യത്തിൻ്റെ ഓർഡറിൽ തന്നെ ആയിക്കോളുന്നില്ല. ഇതിലിപ്പോൾ 4ാമത്തെ കാര്യം നോമ്പ് നിൽക്കലും 5ാമത്തെ ഹജ്ജയിലൊക്കെ പറയല്. അതിലും ഫിഖിൻ്റെ കാഴ്ചപ്പാട് പ്രകാരമുള്ള ആ ഒരു ഓർഡർ അങ്ങനെയാണ്. അതിൽ ഹദീസിൽ എന്ത് ചെയ്തു? 5 കാര്യങ്ങൾ പറഞ്ഞു. ആ 5 കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചതാണ്. ജിബ്രീൽ വന്ന് മൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി അതേ മറുപടിയാണ് ഏകദേശം ഇതിലുള്ളത്. ആ 5 കാര്യങ്ങൾ തന്നെയാകുന്നു. വിശദീകരണത്തിൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല. റവാഹുൽ ബുഖാരി മുസ്ലിം, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തതാകുന്നു. ഇനിയുള്ള ഹദീസുകളൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ, അതില്ലെങ്കിലും വിശദീകരിക്കണില്ല, തുടക്കത്തിലായതുകൊണ്ട് പറയാം. ബുഖാരിയിലും മുസ്ലിമിലും രണ്ടിടത്തുള്ള ഹദീസ് ആയതുകൊണ്ടാണ് റവാഹുൽ ബുഖാരി മുസ്ലിം. ചിലയിടത്തൊക്കെ മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. ഹദീസ് മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്നർത്ഥം. അതിന് ഹദീസ് റാബി. ഇനി 4ാമത്തെ ഹദീസാണ് പറയാൻ പോകുന്നത്. അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നബി തങ്ങളാണെങ്കിലോ സ്വാദിഖുൽ മസ്ദൂഖാണ്. സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധനാണ്. സത്യസന്ധനാണെന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാവരും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ് എന്ന് ചെയ്തിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. ആളുകളാൽ വാസ്തവമാക്കപ്പെട്ട ആളും കൂടിയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറയാനുള്ളത്. മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം, നേരത്തെ ഹദീസിലുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം വരികയും നബി തങ്ങൾ ഇങ്ങനെ ഇസ്ലാം എന്താണ് വിശദീകരിച്ചു കൊടുക്കുക, ഈമാൻ എന്താണ് വിശദീകരിച്ചു കൊടുക്കുക, അങ്ങനെ ഓരോന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ശരിയാണ്, പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് ജിബ്രീൽ നബി തങ്ങളെ വാസ്തവമാക്കിയിട്ടുണ്ട്. അപ്പോൾ വാസ്തവമാക്കപ്പെട്ട ആൾ എന്നർത്ഥത്തിലും സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറയാറുണ്ട്. ഏതായാലും പോട്ടെ, നമ്മൾ വിഷയം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫത്തൻ. ഒരു മനുഷ്യൻ്റെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് പിതാവിൻ്റെ ഇന്ദ്രിയത്തുള്ളിയും മാതാവിൻ്റെ ഇന്ദ്രിയത്തുള്ളിയും മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുകയും ആ ഒരു ഇന്ദ്രിയത്തുള്ളി പിന്നീട് രക്തപിണ്ഡമാവുകയും പിന്നീട് മാംസപിണ്ഡമാവുകയും പിന്നീട് അത് മനുഷ്യരൂപത്തിലാവുകയും 10 മാസം കഴിഞ്ഞാൽ പ്രസവിച്ച് ഭൂമിയിലേക്ക് വരികയും ഒക്കെ ചെയ്യാണ്. ഏതായാലും നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദക്കും നിങ്ങളിൽ നിന്നൊരുത്തൻ യുജ്മഉ ഖൽഖുഹു, അവൻ്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് കൂട്ടപ്പെടും ഫീ ബത്നി ഉമ്മിഹി, ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 യൗമൻ നുത്ഫത്തൻ, 40 ദിവസം അതൊരു നുത്ഫത്തായിരിക്കും. നുത്ഫത്ത് പറഞ്ഞാൽ ഇന്ദ്രിയത്തുള്ളി, ഒരു സ്പേം എന്ന് പറയും അല്ലേ, ഇന്ദ്രിയത്തുള്ളിയായിട്ടാണ് 40 ദിവസം ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടാവുക. പിന്നെയോ സുമ്മ യകൂന അലഖത്തൻ,
പിന്നെ അതെന്താകും, രക്തപിണ്ഡമാകും. എന്നാൽ ആ ഒരു ഇന്ദ്രിയത്തുള്ളി 40 ദിവസം കൂടി കഴിഞ്ഞാൽ മിസലദാലിക്ക അതേപോലെ തന്നെ 40 ദിവസം കഴിഞ്ഞാൽ അത് രക്തപിണ്ഡമാകും. എന്നാൽ രക്തത്തിൻ്റെ ഒരു കട്ടായി മാറും, ഒരു കഷ്ണമായി മാറും. സുമ്മയക്കൂന് മുതുകത്തൻ, പിന്നെ അതെന്ത് ചെയ്യും, മാംസത്തിൻ്റെ പിണ്ഡമാകും. മിസലദാലിക്ക അതേപോലെ തന്നെ 40 ദിവസം കഴിഞ്ഞാൽ 40 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ അതെന്തായി മാറും, അത് ഒരു രക്തത്തിൻ്റെ എന്ത് ചെയ്യും, അല്ല മാംസത്തിൻ്റെ പിണ്ഡമായിട്ട് എന്ന് പറഞ്ഞാൽ മാംസത്തിൻ്റെ ഒരു കഷ്ണമായിട്ട് മാറും എന്നർത്ഥം. മുതുകത്ത് എന്ന് പറഞ്ഞാൽ മതക എന്ന് പറഞ്ഞാൽ ശരിക്കും ചവക്കുക എന്നൊക്കെ അർത്ഥം. മുതുകത്ത് എന്നാൽ നമുക്കൊരു ഇറച്ചി കഷ്ണം കിട്ടി അങ്ങനെ ചവക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇറച്ചി കഷ്ണം ഉണ്ടാവില്ല, അതിനാണ് എന്ത് മുതുകത്ത് എന്നറിയാം. സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു, പിന്നെ 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നത്, മലക്ക് അയക്കപ്പെടും എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യത്തെ 40 ദിവസം നുതുഫത്ത്, പിന്നത്തെ 40 ദിവസം അലക്കത്ത്, പിന്നത്തെ 40 ദിവസം മുതുഅത്ത്. ആ 40 കയ്യിലോടുകൂടെ 120 ദിവസം കയ്യിലോടുകൂടെ അവനിലേക്ക് അവൻ്റെ സെറ്റപ്പിലേക്ക് മലക്ക് അയക്കപ്പെടും. മലക്ക് അയക്കപ്പെടുന്ന അള്ളാഹു മലക്കിനെ അയക്കും. ഫയംഫുഹു ഫിഹി റൂഹ്, ആ മലക്ക് ഈ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഈ കുട്ടിക്ക് റൂഹ് ഊതി കൊടുക്കും, അതോടുകൂടി അവനക്ക് ജീവൻ വിളിക്കും. ഉമർ ബി അർബഇ കലിമാത്തിൻ, ആ സമയത്ത് തന്നെ എന്നാൽ ഉമ്മയുടെ ഗർഭാശയത്തിലെ 120 ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇനി മറ്റൊരു അഭിപ്രായത്തിൽ സുമ്മ യുർസലു എന്ന് പറഞ്ഞാൽ പിന്നെ 40 ദിവസം കൂടി കഴിഞ്ഞിട്ടെന്നാണ്. അപ്പോൾ 160 ദിവസം, കാരണം 4 മാസം കഴിഞ്ഞിട്ടാണ് എന്ന് പറയും, അല്ലെങ്കിൽ 120 ദിവസം കഴിഞ്ഞിട്ട്. എന്താണെങ്കിലും ആ റൂഹുദിയന് ശേഷം അള്ളാഹു അവനോട് 4 കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. ഒന്ന്, ബി കത്ബി റിസ്ഖിഹി, ഓൻ്റെ റിസ്ഖ് എഴുതിക്കും. ആ 4 മാസമാകുമ്പോൾ അല്ലെങ്കിൽ 120 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവൻ ദുനിയാവിൽ വെച്ച് എത്ര ഭക്ഷണം കഴിക്കും എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കും. അജലിഹി, അവൻ്റെ അജൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ, സെക്കൻഡ് അടക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. അമലിഹി, അവൻ്റെ അമൽ ഏതൊക്കെ അമലുകളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവൻ ദുനിയാവിൽ വെച്ച് ചെയ്യുക എന്നുള്ളത് ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ അവൻ എഴുതി വെച്ചിട്ടുണ്ടാകും. ഷഖിയുൻ ഔ സഈദുൻ, ഇവൻ മരിക്കുമ്പോൾ പരാജിതനായിട്ട് എന്നാൽ കാഫിറായിട്ടാണോ സഈദുൻ മുഅ്മിനായിട്ടാണോ മരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. ഇനി ഇത് എന്തിനത് വിശദമായിട്ട് പറയാനുണ്ട്. കാരണം അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതിന് അർത്ഥം എന്താണെന്ന് കുറേ ആൾക്കാർ ചിന്തിക്കും. അതങ്ങനെയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നതിന് അർത്ഥം എന്താണ്, അള്ളാഹു നമുക്ക് ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. മുഖ്താറാണ് മനുഷ്യൻ, നല്ലതും ചെയ്യാം ചീത്തതും ചെയ്യാം. ഇവിടെ നമുക്ക് നല്ലത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കെ നമ്മൾ ചീത്ത ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല ചെയ്യാം. അങ്ങനെ നന്മ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ പറ്റി എഴുതി വെച്ചത് എന്തായിരിക്കും, നല്ലതായിരിക്കും. അള്ളാഹു നമ്മളെ പറ്റി എഴുതിയത് എന്താണ് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ നല്ലതിങ്ങനെ നന്മകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മളെ പറ്റി എഴുതിയത് എന്താണ്, നല്ലതാണ് എഴുതിയത് എന്നുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ നല്ലത് ചെയ്ത് നമ്മൾ മുഅ്മിനായിട്ട് മരിച്ചാൽ അല്ലെങ്കിൽ നല്ല സന്മാർഗത്തിൽ മരിച്ചാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മളെക്കുറിച്ച് സഈദായിട്ടാണ് എഴുതി വെച്ചതെന്നാണ്. ഇത് ചില ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കാതെ എന്ത് ചെയ്യുന്നത്, കുറേ ആളുകൾ എന്ത് ചെയ്യും, അള്ളാഹു വിചാരിച്ചാലേ നടക്കുള്ളൂ, അള്ളാഹു നമ്മളെ പറ്റി ഷഖിയാണ്, നമ്മൾ പരാജിതനാണ്, നമ്മൾ കാഫിറാന്ന് വിചാരിച്ചാൽ നമ്മൾ കാഫിറാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരാൾ എന്ത് ചെയ്താൽ ഇസ്ലാമിൽ നിന്നിട്ട് പോയാൽ അയാൾ കാഫിറാവും. അപ്പോൾ അള്ളാഹു അവനെ പറ്റി എഴുതി വെച്ചത് എന്തായിരിക്കും, ഇവനിങ്ങനെ ചിന്തിക്കുമെന്നും ഇങ്ങനെ ചിന്തിച്ചിട്ട് അവസാനം അവൻ എന്ത് ചെയ്തു, ഇസ്ലാമിൽ നിന്ന് വിട്ടു പോകുമെന്നായിരിക്കും അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടാവുക, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, അള്ളാഹു പറഞ്ഞത് കൃത്യമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയും നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ ചിലപ്പോൾ എന്തായിക്കൊള്ളുന്നില്ല, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവെ ആ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കണം എന്ന് ദുആ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രവർത്തനം വേണം, പ്ലസ് അള്ളാഹു ദുആയും വേണം എന്നുള്ള അർത്ഥം. ഏതായാലും ഈ 4 കാര്യങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് തന്നെ ഈ 4 കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറുഹു, മറ്റൊരു ഇലാഹില്ലാത്ത അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ലാത്ത ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന അഹദക്കും, ആരെ നബിതങ്ങൾ പറയാം അല്ലേ, അമലു ബി അമലി അഹ്ലിൽ ജന്ന, അഹ്ലുൽ ജന്നത്ത് ചെയ്യുന്ന സ്വർഗാവകാശികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്യും, അവരുടെ ജീവിതത്തിൽ നല്ല സൽപ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യും. ഹത്ത മാ യകൂന ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഉൻ, ഇവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു സാങ്കല്പികമായി പറയാണ്. ഇവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം സ്വർഗത്തേക്ക് എത്തിയിട്ടില്ല, സ്വർഗത്തേക്ക് എത്താനായിട്ടുണ്ട്, ഞാൻ ആകെ ഒരു മുഴം കൂടെ ഉള്ളൂ, അത്രത്തോളം ഇവൻ നന്മ ചെയ്തു. പക്ഷേ ഫയസ്ബിഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹാ, അപ്പോൾ അവൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടല്ല, എഴുതി വെച്ച ആ ഖദറൻ വരും. അപ്പോൾ അവനെന്ത് ചെയ്യും, അതോടുകൂടെ അവനെ നരകാവകാശികൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യും, അവസാനം അവൻ നരകത്തിലേക്ക് പോകും.
ഫയസ്ബിഖു അലൈഹി അവൻ്റെ മേൽ മുൻകടന്നു വരും അൽ കിതാബ് അവൻ എഴുതി വെച്ച ആ കിതാബ് മുൻകടന്നു വരും. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ നരകാവകാശികൾ ചെയ്യുന്ന എന്തെങ്കിലും തിന്മ തെമ്മാടിത്തരം ചെയ്യും. ഫയദ്ഖുലുഹ അങ്ങനെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ ജീവിതകാലം മുഴുവനായിട്ടും അവൻ നല്ല നന്മകൾ ഇങ്ങനെ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയായിരിക്കും. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും അവൻ ഉണ്ടാക്കി സ്വർഗത്തിലേക്ക് എത്താനുള്ള കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ അവൻ എന്ത് ചെയ്തു? ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നുക എന്ത് അല്ലിപ്പം എന്തിനാ അള്ളാഹു ഉണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു ഒരുവനാണോ, അല്ലെങ്കിൽ മനുഷ്യന് മതം വേണോ എന്നൊക്കെ തോന്നി അവൻ എന്ത് ചെയ്തു? ഇസ്ലാം വിട്ട് കഴിഞ്ഞാൽ അഹ്ലുന്നാറിൻ്റെ പ്രവർത്തനം അവൻ ചെയ്തു. അതുവരേക്കും ചെയ്തൊക്കെ ബാത്തിലായി. ആ പ്രവർത്തനം ചെയ്യലോടുകൂടെ അവൻ മരിച്ചു. അങ്ങനെ മരിച്ച് ഓൻ നരകത്തിലേക്ക് പോകും. നേരെ തിരിച്ചുകൊണ്ട് നിങ്ങൾ ഒരുത്തൻ അഹ്ലുന്നാർ അവന് ചെയ്തു മുഴുവൻ എന്തിനത് തെമ്മാടത്തിലും പിന്നെ അഹ്ലുന്നാർ നരകാവകാശികൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യായിരിക്കും. ഹത്താ മായക്കൂന ബൈനഹുവ ബൈനഹ ഇല്ലാതെ റാവുൻ ഇവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ ബാക്കി ഉണ്ടാവൂ. കാരണം അത്രത്തോളം അവൻ നരകത്തിലേക്ക് അടുത്തുണ്ടാവും. കാണുന്നവർക്കൊക്കെ അറിയാം ഒരു നരകത്തിലേക്കായിരിക്കും അത്രത്തോളം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾ. പക്ഷേ ഫയസ്ബിഖു അലൈഹിൽ കിതാബു പെട്ടെന്ന് അവന് മുമ്പിൽ കിതാബ് വരുന്നു എന്നാണ് അവൻക്ക് എഴുതി വെച്ച ഖലാ വരുന്നു, ഖദർ വരുന്നു. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഫയദ്ഖുലുഹ അഹ്ലുൽ ജന്നത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനം അവൻ ചെയ്യുന്നു. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏതോ ഇസ്ലാം സ്വീകരിക്കാൻ ഒരു സാധ്യത 99% ഇസ്ലാം സ്വീകരിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരാളെ ഒരൊറ്റ ശതമാനത്തിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു. തൻ്റെ മക്കളെ ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പൊക്കെയുള്ള സമയങ്ങളിലൊക്കെ വെറും തെമ്മാടിത്തരങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടാൻ പോലും വാളുമായി പോയിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള സാധ്യത 1% മാത്രം. 99% ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരൊറ്റ ശതമാനത്തിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചു. പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ത്വാഹ സൂറത്തിലെ ഏതാനും ചില ആയത്തുകൾ കേട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? പിന്നെ സ്വർഗാവകാശികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു. അവസാനം സ്വർഗത്തിലേക്ക്. എല്ലാം അബൂ സുഫിയാൻ്റെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഒക്കെ ഇങ്ങനെ തന്നെ. ഏതായാലും നരേന്ദ്രമോദി അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യത ഒന്ന് നമ്മൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 99% ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നരകത്തിലേക്കുള്ളതാണ്, നരകത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടെന്നൊക്കെ അയാളെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അത്രപ്പേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നേരെ തിരിച്ചു തന്നെയാണ് സ്വർഗാവകാശിയായ അല്ലെങ്കിൽ സ്വർഗാവകാശികൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളും ഒരു പക്ഷേ അവസാനം മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവൻ്റെ ചിന്താഗതി മാറി ഇസ്ലാമിൽ നിന്നും വിട്ടുപോ മഅദല്ലാ. അപ്പോൾ അതുകൊണ്ട് എന്തിനത് അള്ളാഹു ഒരു മനുഷ്യനെ കുറിച്ച് നേരത്തെ തന്നെ അവൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നും അവൻ ഷഖിയാണോ അവൻ സഈദാണോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എഴുതി വെച്ചത് കൊണ്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കണം നിർബന്ധമില്ല. എന്നാൽ നമ്മൾക്ക് നിർബന്ധിതമല്ല, മനുഷ്യന്മാർക്ക് ഇഖ്തിയാറുണ്ട്, എന്നാൽ ചോയ്സ് ഉണ്ട്, രണ്ടും ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലത് ചെയ്യാം, നമ്മളിഷ്ടമാണല്ലോ, നമുക്ക് നല്ലത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് അള്ളാഹു എഴുതി വെച്ചത് സഈദ് അവൻ വിജയി എന്നായിരിക്കും. അതാണ്. ഏതായാലും ഒരു മനുഷ്യൻ വിജയിയാകുന്നതും പരാജയനാകുന്നതും അതെന്താണെങ്കിലും അള്ളാഹു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. റവാഹുൽ ബുഖാരി മുസ്ലിം. അടുത്ത ഹദീസ് അൻ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മി അബ്ദില്ലാഹ് ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹദസ പുതുതായി ഉണ്ടാക്കി, മൻ അഹദസ പുതുതായി ഉണ്ടാക്കുന്നതിന് ഹദസ് എന്നൊക്കെ പറയാം. ഹദസ് നമ്മൾ അശുദ്ധി എന്ന് പറയും. കാരണം നമ്മൾ ശുദ്ധി ഉണ്ടായിരിക്കുക പെട്ടെന്ന് എന്ത് ചെയ്തു? പുതുതായിട്ട് അശുദ്ധി ഉണ്ടായപ്പോൾ അത് ഹദസായി, എന്നാണ് പുതുതായി ഉണ്ടായതാണ്. അതുവരേക്കും ഒതുണ്ടായ ഒരാൾ അല്ലെങ്കിൽ ശുദ്ധിയുള്ള ഒരാൾ പെട്ടെന്ന് ഹദസ് ഉണ്ടായപ്പോൾ അത് അശുദ്ധിയാണ്, പുതുതായി ഉണ്ടായതാണ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ നമ്മുടെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഫി ദീനിനാ ഹാദാ എന്നർത്ഥം. നമ്മുടെ ഈ ദീൻ ഇസ്ലാമിൽ ഒരാൾ പുതുതായി ഉണ്ടാക്കി, മാ ലൈസ മിൻഹു ആ ദീനിൽ ഇല്ലാത്തൊരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ ഫഹു റദ്ദുൻ ആ കാര്യം റദ്ദുൻ തള്ളപ്പെടേണ്ടതാകുന്നോ അത് നമ്മൾ സ്വീകരിക്കില്ല. ദീൻ ഇസ്ലാം ഇല്ലാത്തതുണ്ടാക്കി. ളുഹ്ർ നിസ്കാരം 4 റക്അത്താണ്. ഒരാൾ എന്ത് ചെയ്യുന്നത് 5 റക്അത്താക്കാം പറ്റുമോ? ഇല്ല, കാരണം 4 റക്അത്താണുള്ളത്, അതുകൊണ്ട് അത് മാറ്റില്ല. ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയം ഉച്ചയ്ക്ക് മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്താണ്. ഒരാൾ എന്ത് ചെയ്യും 10 മണി മുതൽ 12 മണി വരെ ആക്കി. ളുഹ്റിൻ്റെ സമയം പറ്റില്ല. അപ്പോൾ ഇത് ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഈ ഹദീസ് വളരെ വിശദമായിട്ട് പറയാനുണ്ട് കേട്ടോ. കാരണം ഈ ഹദീസൊക്കെ വെച്ച് വഹാബികൾ
അല്ലെങ്കിൽ പുത്തനാശയക്കാർ മുജാഹിദുകളൊക്കെ എന്ത് ചെയ്യുന്നത് കുറേ ആളുകൾ ഇസ്ലാമിൽ കൊണ്ടുവന്നാണ് നബിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദ് പാരായണം ഒക്കെ പുതുതായി കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് അതൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്നൊക്കെ പറയും. പക്ഷേ അതങ്ങനെയല്ല. ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ടാവും. അടിസ്ഥാനമുള്ളൊരു സാധനത്തിൽ നിന്ന് ഫർആയിട്ട് അതിൻ്റെ അതിൽ നിന്ന് ഉണ്ടായ മറ്റു കാര്യങ്ങൾ. പിന്നെ പ്രവാചക സ്നേഹം എന്നുള്ളത് അടിസ്ഥാനമുള്ളതാണ്. പ്രവാചക സ്നേഹം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഖുർആനും ഹദീസിലും സ്വഹാബികളുടെ ചരിത്രത്തിലും കാണാവുന്നതാണ്. അതിൻ്റെ ഫർആയിട്ടാണ് പിന്നീട് മൗലിദും അല്ലെങ്കിൽ നബിദിനാഘോഷങ്ങൾ. അതിന് ഉദാഹരണത്തിന് പറയാണ്, അങ്ങനെ അസ്ല് തന്നെ ഇല്ലാത്ത, ദീനിൽ അസ്ല് തന്നെ ഇല്ലാത്ത, എന്നാൽ അടിസ്ഥാനം പോലും ഇല്ലാത്ത ഒരു കാര്യം പുതുതായിട്ട് കൊണ്ടുവരിക, അത് എന്താണ് തള്ളപ്പെടേണ്ടതാകുന്നു എന്നാണ് വിശദമായിട്ട് ഹദീസുകളെ ചർച്ച ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ പോകുന്നില്ല. ഹദീസിൻ്റെ അർത്ഥവും ആശയങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഈ ഹദീസ് റവാഹുൽ ബുഖാരി മുസ്ലിം, ഈ ഹദീസ് ഇങ്ങനെ തന്നെ ബുഖാരി ഇമാം മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തതാകുന്നു. എന്നാൽ വഫി റിവായത്തിന് മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വേറെ റിവായത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ തന്നെ മറ്റൊരു റിവായത്തിൽ അത് മുസ്ലിം മാത്രമേ ഉള്ളൂ, സ്വഹീഹ് മുസ്ലിമിൽ മാത്രമുള്ള ഹദീസാണ്. മൻ അമില അമലൻ ലൈസ ലഹു അലൈഹി അംറുന ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ഒരാൾ ഒരു പ്രവർത്തനം ചെയ്തു, ലൈസ അലൈഹി അംറുന, നമ്മുടെ കാര്യം എന്നാൽ നമ്മുടെ മതം ആ കാര്യത്തിന് മേലല്ല. നമ്മുടെ മതം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ദീനുൽ ഇസ്ലാമിൽ കൃത്യമായിട്ടും ദീനുൽ ഇസ്ലാമിലെ ഖുർആനിലാവട്ടെ, തഫ്സീറിലാവട്ടെ, ഹദീസിലാവട്ടെ, ഫിഖിലാവട്ടെ, പിന്നെ തസൂഫ്, അഖീദ പോലത്തെ പല ഇസ്ലാമിക ഫന്നുകൾ, ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം. കർമ്മപരമായ കാര്യങ്ങൾ ഫിഖിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. സ്വഭാവപരമായ കാര്യങ്ങൾ തസൂഫിനും അഖ്ലാഖിനും ആദാബിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഖുർആൻ ഹദീസിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഇല്ലാത്തൊരു കാര്യം, അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജമാഅത്ത് നിസ്കരിക്കേണ്ടത്, ഖുതുബയോദിന് ജുമ നിസ്കരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടും അല്ലേ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ ക്രോഡീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൽ പറയപ്പെട്ടതല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറയപ്പെട്ട അല്ലെങ്കിൽ ഹദീസ് ശരീഅത്തിലില്ലാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഇങ്ങനെയും എന്തുണ്ട് ഹദീസ് ഉണ്ട് എന്നർത്ഥം. ഇതിന് വിശദമായി പറയാനുണ്ട്. എന്നാൽ ഖുർആൻ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ പോലും ഇങ്ങനെ ഇതിനെടുക്കൽ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഖുർആനിലുണ്ടോ നോക്കും. ഖുർആനിലുണ്ടെങ്കിൽ അതന്നെ, നബിനെ വേറെ ചർച്ച ചെയ്യാനുള്ള ഖുർആനിൽ പറഞ്ഞത് തന്നെ, അല്ലെങ്കിൽ ഹദീസിലുണ്ടെങ്കിൽ ഹദീസിൽ പറഞ്ഞത് തന്നെ. പിന്നെ അവർ ഇജ്തിഹാദ് ചെയ്യുന്നു, അത് അവർ ഇജ്തിഹാദ് ചെയ്തിട്ടൊക്കെ കൃത്യമായിട്ടും അവരെ കിതാബുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ സ്വീകരിക്കുക എന്നല്ലാതെ നമ്മളുടെ ഇഷ്ടപ്രകാരം ഒരു അമലിനെ വളച്ചൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അത് കൊണ്ടുപോകാനോ പറ്റുന്നതല്ല. അങ്ങനെ കൊണ്ടുപോയാൽ ഫഹുവ റദ്ദുൻ, അത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന്. അടുത്ത ഹദീസ്, അൻ അബി അബ്ദുല്ലാഹി ബിൻ നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഇന്നൽ ഹലാല ബയ്യിനുൻ, ഹലാല് വളരെ വ്യക്തമാണ്. ഹലാല് വളരെ വ്യക്തമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കൽ ഹലാലാണ്, വ്യക്തമാണ്. അതിന് ഒരാൾ ചോറ് കഴിക്കാൻ നിൽക്കുക, ഒരാൾ ചപ്പാത്തി തിന്നാൻ നിൽക്കുക, കറി കോഴിക്കറി ആണെങ്കിലും അല്ലെങ്കിൽ മീൻ കറി ആണെങ്കിലും ഒക്കെ ഹലാലാണ്, അത് വ്യക്തമാണ്. ഏത് കറിയാണെങ്കിലും ഏത് ഭക്ഷണം കഴിക്കുക, അത് വ്യക്തമാണ്. വസ്ത്രം ഇടുന്നത്, അതൊരാൾ തുണി ഇടുന്നു, അല്ലെങ്കിൽ ഒരാൾ പാൻ്റ് ഇടുന്നു, ഒരാൾ ഷർട്ട് ഇടുന്നു, ജുബ്ബിടുന്നു, കമീസ് ഇടുന്നു, അത് ഹലാലാണ്, അത് വ്യക്തമാണ്. വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹറാമും വ്യക്തമാണ്. കള്ളു കുടിക്കൽ ഹറാമാണെന്നുള്ളതിൽ വ്യക്തമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കളവ് പറയൽ ഹറാമാണെന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ല. മറ്റൊരാളെ ആക്രമിക്കൽ, മറ്റൊരാളെ കൊല്ലൽ, അത് ഹറാമാണ്, അഭിപ്രായ വ്യത്യാസമില്ല, അത് വ്യക്തമാണ്. പക്ഷേ ഓ ബൈനുഹുമ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ, അതിനിടയിൽ എന്തുണ്ട്, ചില മുഷ്തബിഹാത്താണ് കൺഫ്യൂഷനുള്ള, ഹലാലാണോ ഹറാമാണോ എന്നറിയാം കൺഫ്യൂഷനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് എന്തിനത് ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, അതിൻ്റെ കൃത്യത, അത് ഹലാലാണോ അല്ലെ ഹറാമാണോ എന്ന വ്യക്തത കൂടുതൽ ജനങ്ങൾക്കും അറിയുകയില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടാവും. ആ ജനങ്ങൾ വെച്ചാൽ ജനങ്ങൾ പറയുമ്പോൾ പല അഭിപ്രായങ്ങളായിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പലിശ, അത് കുഴപ്പമൊന്നുമില്ല, അത് ഇസ്ലാമിലെ മറ്റേ പലിശയാണ്, ഈ പലിശ കുഴപ്പമില്ല, ഫോർ എക്സാമ്പിൾ. പിന്നെ തമാശക്ക് കളവ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, തമാശക്ക് ഇങ്ങനെ കളവൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. അഭിനയിക്കൽ വലിയ കുഴപ്പമൊന്നുമില്ല. സിനിമ കാണൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചില്ല് കൂടെ കണ്ടാലും എന്ത് ചെയ്യാൻ പ്രശ്നമില്ല, നേരിട്ട് കാണലല്ലോ, സ്ക്രീനിൽ കാണാം. ഇങ്ങനെയൊക്കെ എന്തിനത് ഹലാലാണോ ഹറാമാണോ എന്നൊരു കൺഫ്യൂഷനുള്ള ഒരു ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാളെന്ത് ചെയ്യാൻ ജോലി, ബാങ്കിലാണ് ഒരാളുടെ ജോലി, അപ്പോൾ ബാങ്കിലാവുമ്പോൾ എന്തിനത്, അല്ലെങ്കിൽ ബാങ്കിൽ നിർത്ത പൈസ അത് പലിശയുമായി ബന്ധപ്പെട്ട പൈസ ആയിരിക്കും, അപ്പോൾ അത് ഹലാലാകാൻ അത് കുഴപ്പമൊന്നുമില്ല, അത് ഹലാലില്ലാത്ത പൈസ ഉണ്ടാവും. ഇങ്ങനെ എന്ത് ചെയ്യുന്നത് നമ്മൾ തന്നെ സ്വയം സമാധാനിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും, അത് ഹലാലാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ സ്വന്തം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ. അങ്ങനത്തെ ആണ് എന്ത് ചെയ്യുന്നത് മുഷ്തബിഹാത്ത് എന്ന് നമ്മൾ പറയാം.
എന്നാൽ ഹലാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹലാൽ, വ്യക്തമായ ഹലാൽ ഉണ്ടാകും, വ്യക്തമായ ഹറാം ഉണ്ടാകും. കള്ള് ഹറാമാണ്, അത് ഹലാലാവാൻ സാധ്യതയുണ്ട് എന്നും ആർക്കും സംശയമില്ല. പക്ഷേ ചിലപ്പോൾ നിന്നത് ഇപ്പോൾ കടകളിലൊക്കെ കിട്ടും, ചിലപ്പോൾ മുന്തിരിൻ്റെ ബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ഇത് ഹലാലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുസ്തബിയാത്തണത് ഹലാലാണോ ഹറാമാണോ എന്ന് കൃത്യമായി അറിയാത്ത, എന്നാൽ കൂടുതൽ ജനങ്ങൾക്കും അത് ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമായി അറിയില്ല അങ്ങനത്തത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെങ്കിൽ ഇത്തരം എന്തെയ്യുന്നത് ശുബ്ഹാത്തായ മുസ്തബിഹാത്തായ കാര്യങ്ങൾ കൂടി ഒരാൾ എന്തെയ്യുന്നത് സൂക്ഷിക്കുകയാണെങ്കിൽ, സൂഫിയാക്കളുടെ ഉലമാക്കളുടെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം പണ്ഡിതന്മാരുടെയൊക്കെ അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ അവരിങ്ങനെ ആയിരിക്കും. ഇങ്ങനെ സംശയം വരാനുള്ള സാധ്യത. അപ്പോൾ കണ്ണിത്തുസ്താനെ കുറിച്ചൊക്കെ പറഞ്ഞേക്കാം, ഒരു കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അന്വേഷിക്കും അയാളുടെ ജോലി എന്താ, അയാൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഫുൾ ഹലാലാണോ, അയാൾ ഹലാലായ കാശ് കൊണ്ടാണോ ആ ഭക്ഷണം ഉണ്ടാക്കിയത്, എങ്കിലേ ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ മുസ്തബിയാത്തിലാണ്. കാരണം അയാൾ എന്ത് ചെയ്യുന്നത് പല ജോലിയുണ്ട്, ഹലാലമായ കുറേ ജോലിയുണ്ട്, കുറേ സമ്പാദ്യമുണ്ട്. എന്നാലും ഫിഖിൻ്റെ കാഴ്ചപ്പാടിൽ അയാൾ ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ്. പക്ഷേ അതെന്താണ്, ശുബ്ഹത്താണ്, അയാളുടെ ഭക്ഷണം കഴിക്കാതിരിക്കലാണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ്. ഫമനിത്തക്ക ശുബ്ഹാത്ത്, ശുബ്ഹത്തുകളെയൊക്കെ ഒരാൾ എന്ത് ചെയ്താലേ സൂക്ഷിച്ചാൽ ഫഖദ് ഇസ്തബ്ര അൽ ദീനിഹി വഇർദിഹി, ഫഖദ് ഇസ്തബ്ര അവർ മുക്തനാക്കിയിരിക്കുന്നു, അവർ മുക്തനായിട്ടുണ്ട്. ലി ദീനിഹി വഇർദിഹി, അവൻ്റെ ദീനിനും അവൻ്റെ അഭിമാനത്തിനും അവൻ മുക്തനായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും നല്ലത് ശുബ്ഹത്താണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുക. ഹലാലാവാൻ ഹറാമാവാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ചെയ്യാതിരിക്കുക. അപ്പോൾ രണ്ടും സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ആൾക്ക് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ ഇവൻ്റെ ജീവിതം കുറച്ചുകൂടി സംശുദ്ധമായിരിക്കും. ഓമൻ വഖാഫി ശുബ്ഹാത്തി, ശുബ്ഹാത്ത് എന്നാണ് ഈ പറഞ്ഞ ഈ കൺഫ്യൂഷനുള്ള ഈ വസ്തുക്കളിൽ ഒരാൾ സംഭവിച്ചാൽ വഖാഫിൽ ഹറാമി, അവൻ ഹറാമിലേക്ക് എത്തും. ഓൻ എന്ത് ചെയ്യും, ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ജ്യൂസ് കള്ളാണെന്നൊക്കെ പേരുള്ള ചെറിയ കുഴപ്പമൊന്നുമില്ല, അത് ഹലാലാവാൻ സാധ്യതയുണ്ട്, ഹലാലായതെന്നൊക്കെ പറഞ്ഞ് കുടിച്ചും. കുറച്ച് കഴിഞ്ഞ് അടുത്ത് എന്ത് ചെയ്യും, അതിനെക്കാട്ടിലും കുറച്ചുകൂടി അപ്പുറത്ത് കുടിച്ചും. പിന്നെ ഇങ്ങനെ പോയി അവസാനം കള്ളിലേക്ക് എത്തും. അപ്പോൾ വ്യക്തമായ ഹറാമിലേക്ക് അവൻ എത്തും ഈ ശുഭത്തിൽ നിന്ന്. സ്വാഭാവികമായിട്ട് തന്നെ അപ്പോൾ ടി വിയുടെ അല്ലെങ്കിൽ സ്ക്രീനിലൂടെ ഒരാൾ പെണ്ണിനെ കാണുമ്പോൾ അത് കുഴപ്പമില്ല, അത് ഹലാലാവാൻ സാധ്യതയുണ്ട്, ടി വിയിലാകുമ്പോൾ സ്ക്രീനിലാകുമ്പോൾ കുഴപ്പമില്ല, നേരിട്ട് കാണുമ്പോൾ പ്രശ്നമുള്ളൂ എന്തെന്ത് ചെയ്യും. അപ്പോൾ അയാളങ്ങനെ കണ്ട് പിന്നെന്ത് ചെയ്യും, അയാൾ നേരിട്ട് എന്ത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സ്ത്രീ വരികയാണെങ്കിൽ അവിടെ പോയി കാണാൻ പോകും, ഹറാമിലേക്ക് എത്തും അവൻ. അപ്പോൾ ഈ ശുഭത്തിൽ ഒരാൾ സംഭവിച്ചാൽ അവൻ പിന്നെ ഹറാമിൽ എത്തും എന്നുള്ളതാണ്. ഏതുപോലെ എന്നാൽ ഒരു ആട്ടിടയൻ, അയാൾ തൻ്റെ ആടിനെ ഇങ്ങനെ എന്ത് ചെയ്യുക മേക്കാൻ കൊടുത്തു, തൊടുവിലിങ്ങനെ മേക്കാൻ വിട്ടു. അതിലിങ്ങനെ എന്ത് ചെയ്യുക ഒരു ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് ഒരാൾ, എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ എൻ്റെ അയൽവാസിയുടെ എന്ത് ചെയ്യുന്നത് തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ അയാൾ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. ആ ചുറ്റുമതിൽ കെട്ടിയ അല്ലെങ്കിൽ വേലികൾ കെട്ടിയതിനടുത്താണ് എൻ്റെ ആടുകളിങ്ങനെ മേക്കണമെന്ന് വെക്കാം. പക്ഷേ എന്ത് ചെയ്യുന്നത്, ഞാനിങ്ങനെ ഒന്ന് അശ്രദ്ധനായാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ആടുകൾ ചിലപ്പോൾ എന്താവാം ആ വേലി കെട്ട് മറിഞ്ഞ് അപ്പുറത്തേക്ക് ചാടാം, എന്നിട്ട് അയാളുടെ തൊടുവിൽ നിന്ന് പുല്ലുകൾ തിന്നാം എന്നതുപോലെയാണ് എന്ത് ചെയ്യുന്നത് ശുഭത്ത്. ഹറാമിൻ്റെ ചുറ്റുമുള്ള സാധനമാണ് എന്ത് ചെയ്യാം ഈ ശുഭഹാത്തുകൾ എന്ന് പറഞ്ഞത്. തനിച്ച ഹറാമല്ല, ഹറാമിൻ്റെ ചുറ്റുമാണ്. പക്ഷെ അതിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രവേശിച്ചാൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലായി നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഹറാമിലേക്കും ചാടും അടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി വിയിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ നമ്മളിങ്ങനെ ഒരു പെണ്ണിനെ കാണാണ്, പെണ്ണിൻ്റെ എന്ത് ചെയ്യുന്നത് ശരീരം കണ്ടാൽ അവിടെ എന്ത് ചെയ്യും, സ്ക്രീനിലാണ് ഹറാമാവാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് സംശയിക്കും. പിന്നെ അതെന്ത് ചെയ്യും, അവന് ഒന്നുകൂടി അപ്പുറത്ത് ശരിക്കും കാണാൻ പോകും, അത് ഹറാമിലേക്ക് അവനെത്തും. ഈ എന്ത് ചെയ്തേ ഈ ഒരു ചുറ്റുമതിലിൻ്റെ അപ്പുറത്ത് മേക്കുന്ന ആടുകളെ പോലെ ഒരു പക്ഷേ കുറച്ച് തിന്ന് അവസാനം മതിലിമത്തെ തിന്നും, കുറച്ച് ഞാൻ മതിലിൻ്റെ അപ്പുറത്തേക്കും ചാടും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിന്നൽ തുടങ്ങും, അവസാനം ഹറാമിലേക്ക് എത്തും എന്നർത്ഥം. കറായി ഒരു ആട്ടിടയനെ പോലെ, ഹിമ ഒരു ചുറ്റുമതിൽ, ഹിമാനാട് ഇങ്ങനെ എന്ത് ചെയ്യാം വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യാം മേക്കാണ്, ആടിനെ മേക്കാണ്. യൂഷിക്കുവായി എർത്താഫിഹി, ആ ചുറ്റുമതിലുള്ളിലും എന്താവാം ഈ ആടുകൾ മേയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹറാമിന് ചുറ്റും ഈ മുസ്തബിയാത്തായ ശുബ്ഹാത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ പ്രവേശിച്ചാൽ, ഒരാൾ ബാങ്കിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ബാങ്കുമായി ജോലിയുള്ള ആളുടെ പൈസ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ തിന്നുകയോ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ പലിശ എന്തിനാ ഹറാമാക്കണേ, പലിശ നമുക്ക് തിന്നാൻ തോന്നും, അങ്ങനെ പലിശയും അവൻ തിന്നാൻ തുടങ്ങും. അതാണ് പിന്നീട് അവൻ എന്ത് ചെയ്യും, ഹറാമിലേക്ക് എത്തും. നിങ്ങൾ അറിയുകയും ഇന്നലി കുല്ലി മലിക്കിൻ ഹിമൻ, എല്ലാ രാജാവിനും ഒരു പരിധി ഉണ്ടാവും, എന്നാൽ ഇങ്ങനെ പരിധി വെച്ചിട്ടുണ്ടാകും അപ്പുറത്തെ ശത്രുക്കൾ അല്ലേ. എല്ലാ രാജ്യവും എല്ലാ രാജ്യത്തിനും ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യൻ്റെ പരിധി ഉണ്ടാവും, അറബിക്കടലിൽ പോലും ഇന്ത്യൻ്റെ ഒരു പരിധി ഉണ്ട്, അതിനപ്പുറത്തേക്ക് പിന്നെ മറ്റുള്ളൊരു പരിധി ഉണ്ടാവാം. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ആകാശത്തിനും ഒക്കെ ഉണ്ട് പരിധി ഉണ്ട്, ഇന്ത്യയുടെ അതിർത്തി അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി വിട്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഏത് രാജാവിനും എന്തുണ്ടാകും, അവരുടേതായ ഒരു പരിധി ഉണ്ടാകും. ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അള്ളാഹുവിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹറാമാക്കിയതാണ്.
അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ഒരിങ്ങനെ വേലി കെട്ടിയിട്ടിരിക്കുകയാണ്. അതിലുള്ള ഹറാമായ കാര്യങ്ങൾ, കള്ള് ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, പിന്നെ അങ്ങനെ എന്താ അതിലുള്ള കളവ് പറയൽ ഹറാമാകുന്നു, അന്യ സ്ത്രീ പുരുഷന്മാർ കാണൽ ഹറാമാകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഹറാമുകളൊക്കെ ഒരു വേലി കെട്ടിനുള്ളത്. ഇതാണ് അള്ളാഹുവിൻ്റെ എന്തെന്നത് പരിധി എന്ന് പറഞ്ഞത്. അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇനി നബി തങ്ങൾ പറയാണ് അലാ വ ഇന്ന ഫിൽ ജസദി മുളഅത്തൻ, ശരീരത്തിൽ ഒരു മാംസപ്പിണ്ഡമുണ്ട്, ഒരു മാംസത്തിൻ്റെ കഷ്ണം ശരീരത്തിലുണ്ട്. ഇദാ സുലഹത്ത് സുലുഹൽ ജസദു കുല്ലുഹു, ആ ഒരു മാംസത്തിൻ്റെ കഷ്ണം ശരിയായാൽ ശരീരം മുഴുവൻ ശരിയാവും. വൈദാ ഫസദത്ത്, ആ മാംസ കഷ്ണം കേടായി കഴിഞ്ഞാൽ, തെമ്മാടിത്തരം ആയിക്കഴിഞ്ഞാൽ ഫസദൽ ജസദു കുല്ലുഹു, അവൻ്റെ ശരീരം മുഴുവൻ തെമ്മാടി ആവും. അലാ വഹിയൽ ഖൽബ്, ആ ഒരു മാംസ കഷ്ണമാകുന്നു ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. സാധാരണ പറയാനുള്ള ഒരു കൈ ഇങ്ങനെ ചുറ്റിയാൽ ഇത്ര ഉണ്ടാവുള്ളൂ ഹൃദയം എന്നാണ്. ആ ഒരു എന്തെങ്കിലും വലിപ്പം അത്രയുള്ള ഹൃദയം അങ്ങനെ ഒരു മാംസത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഈ ഒരു കഷ്ണം മാംസത്തിൻ്റെ കഷ്ണമായ ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയം നന്നായാൽ പിന്നെ അവൻ്റെ ശരീരം മുഴുവൻ നന്നായി. ഹൃദയം നന്നായാൽ അവൻ നടക്കുന്ന സ്ഥലങ്ങൾ, നല്ല സ്ഥലങ്ങളിലേക്ക് അവൻ പോവാം, പള്ളിയിലേക്ക് പോകും, പിന്നെ എൽമിൻ്റെ മജ്ലിസിലേക്ക് പോകും, പിന്നെ വഅദിൻ്റെ മജ്ലിസിലേക്ക് പോകും. പിന്നെ അവൻ്റെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ അവന് പിടിക്കുന്നത് കിതാബ് ഖുർആൻ പിടിക്കുന്നതാണ്. പിന്നെ അവനെന്തെങ്കിലും അവൻ്റെ കൈകളൊക്കെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കും, അവൻ്റെ കണ്ണുകൾ നല്ലതിലേക്ക് നോക്കും, പിന്നെ അവൻ പറയുന്ന വാക്കുകൾ നല്ലതായിരിക്കും. അവൻ്റെ ഹൃദയം നന്നായാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നാവും. എന്നാൽ ഹൃദയം മോശമായാലോ, ഹൃദയത്തിൽ എന്തെങ്കിലും മോശത്തരം തെമ്മാടിത്തരായാൽ പിന്നെ നടക്കുന്നത് ചിലപ്പോൾ കള്ള് ഷാപ്പിലേക്കോ സിനിമാ തിയേറ്ററുകളിലേക്കോ ആയിരിക്കും. അവന് പിടിക്കുന്നത് മൊബൈൽ ഫോണിലെ എന്തെങ്കിലും ഇത് കാണാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അവന് സംസാരിക്കുന്നത് മോശമായ തെറിവാക്കുകളായിരിക്കും. അവൻ നോക്കുന്നതും കാണുന്നതും അനാവശ്യങ്ങളിലേക്കായിരിക്കും. അപ്പോൾ ആ ഹൃദയം നന്നായാൽ ശരീരം നന്നാവുകയും ഹൃദയം കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവരികയും ചെയ്യുമെന്നാണ് അലാ വഹിയൽ ഖൽബ്. ആ ഒരൊറ്റ മാംസപ്പിണ്ഡം ഏതാകുന്നു? ഹൃദയമാകുന്നു. അപ്പോൾ ഹൃദയം എന്ന ഇത്രേ ഉള്ളൂ, എങ്കിലും അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും എന്നാണ് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ് പിന്നീട് എടുക്കാം. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.